ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്രഗ്നൻസി സ്പെഷ്യൽ വാട്ടൈറ്റിനിടെ ആണ്. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും കടലക്കറിയും ഒരു ഗ്ലാസ് പാലും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് 6 മന്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു 11 മണിയോടുകൂടി നട്ട്സ് കഴിക്കാനുള്ള പ്ലാനാണ്. ഞാനൊരു ബോക്സിൽ എല്ലാ നട്ട്സും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടാവുന്ന ഐറ്റംസൊക്കെ ഞാൻ എല്ലാ നട്ട്സും മേടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ നട്ട്സും ആയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൽ ബദാം പരിപ്പ് മാത്രം തലേന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിട്ടാണ് കഴിക്കുന്നത്. പിന്നെ വാൽനട്ടുണ്ട്, ഉണക്കമുന്തിരിയുണ്ട്, പിന്നെ കാഷ്യൂനട്ടുണ്ട്, അതിൻ്റെ കൂടെ പിസ്ത, പിന്നെ ഡേറ്റ്സ്, അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പം നമ്മൾ ഫോണിൽ ഇങ്ങനെ നോക്കും, ഡേറ്റ്സ് കഴിക്കുന്ന ടൈമൊക്കെ നോക്കിയിട്ട് ഞാൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ. എനിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ 3 എണ്ണം വീതം എടുത്തിട്ട് ഒരുമിച്ചാണ് നട്ട്സ് കഴിക്കുന്നത്. കശുവണ്ടി പരിപ്പ് ഞാനിപ്പോൾ പുറത്തുനിന്ന് മേടിക്കാറില്ല. കാരണം കേരളത്തിൽ ഞങ്ങളുടെ വീട്ടിൽ കശുമാവ് നിറയുണ്ട് കേട്ടോ. അപ്പോൾ അനിയൻ എന്നെ കാണാൻ വന്നപ്പോൾ കുറച്ച് കശുവണ്ടി പരിപ്പ് കൊണ്ടുവന്നു. അപ്പോൾ ഞാനത് ചുട്ടാണ് തിന്നുന്നത്. അപ്പോൾ നമ്മൾ തീയിലിട്ട് ചുട്ടിട്ട് തല്ലി തിന്നും. അപ്പോൾ അടിപൊളി, നല്ല കളർപ്പൊന്നും ഇല്ലാത്ത അടിപൊളി നട്ട്സാണിത്. കശുവണ്ടി വീട്ടിൽ വളർത്തിയ കശുമാവാണ്. പിന്നെ അത് കണ്ടൊരു ഏത്തയ്ക്ക കഴിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഫുഡിന് ഒരു ടൈം ടേബിളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്ന തപ്പട് കിട്ടുന്ന എടുത്ത് കഴിക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന ഫ്രൂട്ട്സ് കഴിക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ആഹാരം എന്ന് വെച്ചാൽ നമുക്ക് ചോറ്, സാമ്പാർ, പിന്നെ മാങ്ങാച്ചാറുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, പിന്നെ ചക്കയുണ്ട് കേട്ടോ. ചക്ക ഞാൻ കൊതിയായിട്ട് ശേഷേനെ കൊണ്ട് നമ്മുടെ അടുത്ത വിളയിൽ നിന്ന് അടുപ്പിച്ച് വെച്ചതാണ്. അതിൻ്റെ കൂടെ മോരും ഉണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചോറ് കഴിക്കുകയാണ്. സൈഷേട്ടനും അബിക്കുട്ടനും ചോറ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞൊരു വൈകുന്നേരം ആവാറായപ്പോൾ ഒരു മുട്ട പിടിങ്ങി കഴിക്കുവാണ്. എനിക്ക് ചില നേരം വിശക്കുമ്പം തോന്നും. അപ്പോൾ എന്ത് കഴിക്കണമെന്ന് വെച്ചാൽ ഉള്ളതെടുത്ത് കഴിക്കാറാണ് പതിവ്. പിന്നെ അതിൻ്റെ കൂടെ തണ്ണിമത്തൻ കട്ട് ചെയ്ത് ജ്യൂസായിട്ട് അടിച്ചാണ് ഞാൻ കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിത്തെ ഫുഡെന്ന് വെച്ചാൽ ഒരു അമ്പലത്തിലാണ്. അമ്പലം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ്. ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. വീടിനോട് ചേർന്ന് ഉള്ള കുറച്ച് നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ അമ്പലത്തിലാണ് രാത്രിത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ വയലിനോട് ചേർന്നുള്ള നല്ല മനോഹരമായ ഒരു അമ്പലമാണത്. അത് താഴെയൊക്കെ വയലാണ് കേട്ടോ. വയലിന് നടുക്കൂടെയാണ് ആ റോഡ്. അപ്പോൾ അമ്പലത്തിനടുത്തെത്തി ഞാനും സൈഷേട്ടനും അബിക്കുട്ടനായിട്ട് രാത്രി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് വിളക്ക് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വിളക്ക് പൂജയെ കണ്ടിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. 501 വിളക്ക് അങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. നിറയെ സ്ത്രീകൾ, നമ്മുടെ തമിഴ്നാട്ടിൽ ഇങ്ങനെ എല്ലാ അമ്പലത്തിലും ഉത്സവങ്ങൾ വയ്ക്കുമ്പോൾ അവിടെ എല്ലായിടത്തും ഉച്ചയ്ക്കും ചോറ് കാണും, വൈകുന്നേരം ചോറ് കാണും കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ വിളക്ക് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കണ്ടു. പിന്നെ അമ്പലത്തിൽ കയറി തൊഴുതു. അപ്പോൾ ആ അമ്പലം ചുറ്റും നിറയെ ആൾക്കാർ വിളക്ക് പൂജയ്ക്ക് നിറയെ സ്ത്രീകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. വിളക്ക് പൂജ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുവാണ്. അപ്പോൾ സമയം ഒരു 8 മണിയാവാറായിരുന്നു കേട്ടോ. രാത്രി ഒരു 9 മണി വരെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു വിളക്ക് പൂജ. അപ്പോൾ അതിന് മുന്നേ ആയതുകൊണ്ട് അത്ര തിരക്കില്ലായിരുന്നു. അത്യാവശ്യത്തിന് ആൾക്കാരെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡിന് രാത്രി ചോറ്, സാമ്പാർ, പിന്നെ പച്ചടി, അവിയൽ, മാങ്ങാച്ചാർ ആയിരുന്നു. ചോറ് ഇത്തിരി എന്തെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കഴിക്കാൻ. കാരണം സാമ്പാർ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അബിക്കുട്ടനും ശേഷനോട്ട് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീണ്ടും അമ്പലം ചുറ്റി ആ സ്ഥലത്തൊക്കെ ചുറ്റി കാണാനായിട്ട് വീണ്ടും ഇറങ്ങുവാണ്. കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്നു. പിന്നെ അബിക്കുട്ടൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഐസ്ക്രീം മേടിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ചോക്കോബാർ മേടിച്ചു കൊടുത്തു അബിക്കുട്ടന്. പിന്നെ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തന്നു കേട്ടോ. ഞാൻ അങ്ങനെ തണുപ്പ് കഴിക്കാറില്ല, കാരണം പ്രഗ്നൻ്റ് ആയതുകൊണ്ട്. എന്നിരുന്നാലും കൊതി എടുത്തിട്ട് ഒന്ന് മേടിച്ചു, ഒരു ചോക്കോബാർ കഴിക്കുവാണ്. അപ്പോൾ സൈഷേട്ടൻ്റെ കുറച്ച് ബന്ധുക്കളെ കണ്ട് അവരോട് പോയിട്ട് ഭയങ്കര കത്തിയടിയാണ് കേട്ടോ. ഞാൻ അബിക്കുട്ടനെ മാറിയിരുന്ന് ചോക്കോബാർ കഴിച്ചു. പിന്നെ അപ്പോഴും വിളക്ക് പൂജ നടന്നുകൊണ്ടിരിക്കാൻ തീർന്നില്ല. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ട് വേഗം വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. താങ്ക് യു.